ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിലെ കാക്കനാടുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ ട്രൂ വാല്യൂ ഷോറൂമിലാണ്. സെപ്റ്റംബർ മാസം പുതിയ സ്റ്റോക്ക് ഒന്നും രണ്ടും അല്ല 100ഓളം വാഹനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഒരു പുതിയ സ്റ്റോക്ക് വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാത്തരം സെഗ്മെന്റ് വാഹനങ്ങളും നിലവിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും സ്റ്റോക്കുള്ള ഒരു ട്രൂ വാല്യൂ ഷോറൂമാണ് ഈ പറയുന്ന കാക്കനാട് ഷോറൂം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഷോറൂമുകളിൽ കയറി ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഈ ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വാഹനം ഈ ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം തീർച്ചയാണ്. വീഴ്ചമായി ലൈക്ക് ഷെയർ ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഇന്ന് ഞാൻ കവർ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ മതി. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാക്കനാട് സെസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷോറൂം ഉള്ളത്. അതിവിശാലമായിട്ടുള്ള ഒരു വലിയ സ്റ്റോക്ക് തന്നെയാണ് അണിനിരത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെയിൻ ഹൈവേയിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാനൊക്കെ പറ്റും. ഇനി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ലോണും കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ അറേഞ്ച് ചെയ്ത് തരും. ഇവിടെ നിന്ന് സർട്ടിഫൈഡ് വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ 6 മാസം മുതൽ 1 വർഷം വരെ വാറണ്ടിയും 3 ഫ്രീ സർവീസും മാരുതി വാഹനങ്ങൾക്ക് തരും. അതർ ബ്രാൻഡ് വാഹനങ്ങൾക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി വാഹനങ്ങളാണെങ്കിൽ 1 വർഷം വരെ വാറണ്ടിയാണ് ഇവർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് നമുക്ക് എടുക്കാനും പറ്റുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യും. ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്കാണ് ഇപ്പോൾ ആവശ്യക്കാരെ ഏറ്റവും കൂടുതലുള്ളത്. ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഷോറൂം കണ്ടീഷൻ ഓട്ടോമാറ്റിക് വാഹനം അല്ലേ? അതെ. ഇത് മാരുതി ഓൾട്ടോ കേട്ടൺ. അതെ. ഏത് മോഡൽ വരുന്നത്? ഇത് 2023 മോഡൽ ഓൾട്ടോ കേട്ടൺ VX AGS ആണ്. AGS ആണ്. ഓക്കെ. ഇത് വരുമ്പോൾ സിംഗിൾ യൂസ് ആണ്. കിലോമീറ്റർ 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളത്. 30,000. അതെ. സ്ട്രിംഗ് ഉണ്ടോ? ഫുൾ കമ്പനി സർവീസ് ആണ്. അതുപോലെ തന്നെ എക്സ്റ്റൻഡ് വാറന്റി ഉള്ള വെഹിക്കിളും കൂടിയാണ്. വെഹിക്കിൾ ആണല്ലേ? സിംഗിൾ യൂസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. നീറ്റ് വണ്ടി, അതായത് ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. ഈ VX-ൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇത് വരുമ്പോൾ 2 എയർ ബാഗ്, ABS, റിവേഴ്സ് സെൻസേഴ്സ്, പിന്നെ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ, ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ, ഇത് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. എല്ലാം അഡീഷണൽ ചെയ്താണ്. സെൻട്രൽ ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫുൾ ഓപ്ഷൻ ആക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ വണ്ടിയിൽ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്തിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോൾ 5 lakhs ആണ് ഇതിന്റെ പ്രൈസിംഗ് വരുന്നത്. 5 ലക്ഷം രൂപ. അതെ. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ഫണ്ടിങ്, അതായത് വണ്ടി വെഹിക്കിൾ പ്രൈസിന്റെ ഒരു 90% ലോണും പിന്നെ മാക്സിമം ഒരു 5 years ടെനറും ചെയ്യാൻ പറ്റും. ഇതിന് വാറണ്ടി കാര്യങ്ങളുണ്ടോ? അതായത് നമുക്ക് ഇതിന് ഓൾറെഡി 1 year വാറണ്ടി നമ്മൾ തരുന്നത്. ആ 1 year വാറണ്ടി പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഷോറൂം എക്സ്റ്റൻഡ് വാറണ്ടി പെൻഡിംഗ് ആണ്. അത് തീർന്ന ശേഷമായിരിക്കും നമ്മുടെ ട്രൂ വാല്യൂ 1 year വാറണ്ടി സ്റ്റാർട്ടിംഗ്. ഓക്കെ. കമ്പനി കൊടുക്കുന്ന വാറണ്ടിക്ക് ശേഷമാണ് 1 വർഷം കൂടി വാറണ്ടി കൊടുക്കുന്നത്. എങ്ങനെ നോക്കിയാലും പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ വിശ്വാസിച്ച് എടുക്കാൻ പറ്റുന്ന വാഹനമാണ്. മാക്സിമം ലോണും ചെയ്യാൻ പറ്റും. ഇത് മാരുതി സുസുക്കിയുടെ വാഗനർ സ്റ്റിംഗ്രേ അല്ലേ? ഇത് ഏത് മോഡൽ വരുന്നത്? ഇത് 2017 മോഡൽ വാഗനർ സ്റ്റിംഗ്രേ VXi പ്ലസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. AMT, അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി AMT ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എത്രയാണ്? ഇത് വരുമ്പോൾ സിംഗിൾ യൂസ് ആണ്. 61,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി. ഇതിന്റെ ഫുൾ സർവീസ് നമ്മുടെ ഉള്ളതാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം സിംഗിൾ ഓണർ ആണ്. അപ്പൊ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനം കൂടിയാണ്. VXi പ്ലസിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിൽ മെയിൻ ആയിട്ട് 2 എയർ ബാഗ്, ABS വരുന്ന വെഹിക്കിളാണ്. പിന്നെ ഫ്രണ്ട് പ്രൊജക്ടർ എല്ലാം വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്. റെയർ ഡിഫോഗർ, വൈപ്പർ എല്ലാം വരുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഫുൾ ഓപ്ഷൻ ആയിട്ട് ഇറങ്ങിയ ഒരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? മേജർ ആയിട്ട് ഒന്നുമില്ല. അതായത് ഫുള്ള് സർവീസ് ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്തതിനു ശേഷം വണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. വേറെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് കാക്കനാട് ട്രൂ വാല്യൂ ഷോറൂമാണ്. ഓതറൈസ്ഡ് ഷോറൂമാണ്. അതെ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് വരുമ്പോൾ 4,70,000 ഇതിന്റെ പ്രൈസ് വന്നത് വിത്ത് 1 year വാറണ്ടി ഉണ്ട്. അപ്പൊ ഈ ഒരു വാഹനത്തിൽ ചോദിക്കുന്ന പ്രൈസ് 4,70,000 രൂപയാണ് ചോദിക്കുന്നത് വിത്ത് 1 year വാറണ്ടി. അതെ. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടോ ചോദിക്കേണ്ട ആവശ്യം കൂടി വരുന്നില്ല. വാറണ്ടി ഉള്ള ഒരു വാഹനമാണ്. താല്പര്യമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഏകദേശം ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന മാരുതി ഓൾട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക്കലി. അതെ. ഈ കേട്ടൺ ഓട്ടോമാറ്റിക് ഏത് വേരിയന്റ് വരുന്നത്? ഇത് 2018 മോഡൽ ഓൾട്ടോ കേട്ടൺ VXi ഓട്ടോമാറ്റിക്, അതായത് AMT വണ്ടിയാണ്. സിംഗിൾ യൂസ് ആണ് വണ്ടി. കിലോമീറ്റർ വെറും 59,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 59,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ഫുള്ള് കമ്പനി സർവീസ് ആയിട്ടുള്ള വണ്ടിയാണ്. നമ്മുടെ ലിസ്റ്റിംഗ് ആളെല്ലാം നമ്മുടെ ഉണ്ട്. ഈ VXi എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? വരുമ്പോൾ സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. 2 പവർ വിൻഡോയും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇൻബിൾഡ് വരുന്നുണ്ട്. സെൻട്രൽ ലോക്കും വരുന്നുണ്ട്. സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണെന്ന് പറഞ്ഞു. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് വരുമ്പോൾ 4,15,000 ആണ് പ്രൈസ് വരുന്നത്. 4,15,000 രൂപ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ഡൗൺ പേയ്മെന്റ് 50,000 കൊടുത്ത വണ്ടി ഇറക്കാൻ പറ്റും. അതെ. മാക്സിമം ഫണ്ടിങ് കൂടെ വണ്ടി ലോൺ ചെയ്യാൻ പറ്റും. വാറണ്ടി ഉണ്ടോ? ഇതിന് വരുമ്പോൾ 6 മാസത്തെ മാരുതി വാറണ്ടിയും 3 പീസ് സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്വിഫ്റ്റ് നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഈ സ്വിഫ്റ്റ് ഏത് മോഡൽ വരുന്നത്? ഇത് 2021 മോഡൽ സ്വിഫ്റ്റ് VXi മാനുവൽ പെട്രോൾ വെഹിക്കിൾ ആണ്. ഓണർഷിപ്പോ? ഇത് സിംഗിൾ യൂസ് ആണ്. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 11,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്ന വണ്ടി. 11,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഷോറൂം കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റുന്ന വാഹനം അല്ലേ? 1 കിലോമീറ്റർ ഓടി വാഹനം. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ABS എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ. വെറും 11,000 കിലോമീറ്റർ ഓടിയുള്ളൂ നമ്മൾ പറഞ്ഞു. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് വരുമ്പോൾ 670 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്.
6,70,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഇതിൽ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല? ഇത് മാക്സിമം ഫണ്ടിങ് ചെയ്യാം, അതുപോലെ തന്നെ 5 years ലോൺ ചെയ്യാനും പറ്റും. ഇതിന് വാറണ്ടി ഉണ്ടോ? ഇതിന് നമുക്ക് 6 മാസത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. അതായത് നമുക്ക് ഇവിടുന്ന് എടുത്തു വിചാരിച്ചിട്ട് ഇവിടെ തന്നെ സർവീസിന് വാറണ്ടിക്ക് വരേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ മാരുതിയുടെ ഏത് സർവീസ് സെന്ററിൽ പോലും നമുക്ക് ക്ലെയിം ചെയ്യാം അല്ലേ? അത് മാരുതിയുടെ വാഗനർ, ബിഗ് വാഗനർ മോഡൽ ഏത് വരുന്നത്? ഇത് 2020 മോഡൽ VXI 1 ലിറ്റർ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. AMT 1000 cc വരുന്നു ഓട്ടോമാറ്റിക് അല്ലേ? ഓണർഷിപ്പോ ഇത് വരുമ്പോൾ സെക്കൻഡ് യൂസർ ആണ്. കിലോമീറ്റർ 33,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 33,000 കിലോമീറ്റർ. ടെസ്റ്റിംഗ് ഉണ്ടോ? ഫുൾ കമ്പനി സർവീസ്. ഇതിന് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇത് വരുമ്പോൾ 4 പവർ വിൻഡോ, സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്, ABS കണക്ക് വരുന്നുണ്ട്. ക്വാളിറ്റി പീസാണ്. ഇതിന് നിങ്ങൾ വാറണ്ടി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്? ഇതിന് നമുക്ക് 1 year പോപ്പുലർ വാറണ്ടി വരുന്നത്. 1 year പോപ്പുലർ വാറണ്ടി, അതായത് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് കമ്പനി വാറണ്ടി കൊടുക്കുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോൾ 5.35 ആണ് ഇതിന്റെ പ്രൈസിംഗ് വന്നത്. 5.35. നമുക്ക് മാക്സിമം ലോണും ചെയ്യാം. ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര അടക്കേണ്ടി വരും? ഒരു 60 ആ റേഞ്ച് ഒക്കെ ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. 1 year വാറണ്ടി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാൻ പറ്റും. ഇത് 2017 ക്രെറ്റ SX Plus ആണ്, ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ഓണർഷിപ്പ് എത്ര തന്നെ? ഇത് വരുമ്പോൾ സിംഗിൾ യൂസ് ആണ്. 19,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വെറും 19,000 കിലോമീറ്റർ പെട്രോൾ അല്ലേ? വെറും 19,000 കിലോമീറ്റർ. അതായത് ഇത്രയും കിലോമീറ്റർ ഒക്കെ ലോ കിട്ടുന്ന വളരെയധികം എടുക്കുന്ന ആൾക്ക് ലെക്കാണ്. കാരണം ഇത്രയൊക്കെ ക്വാളിറ്റി പീസ് കിട്ടാൻ ചാൻസ് കുറവാണ് യൂസർ മേഖലയിൽ. കാരണം ഒരുപാട് ഓട്ടോ ഓടും ക്രെറ്റയൊക്കെ. ഇത് SX Plus എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഇത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇത് വരുമ്പോൾ കീലെസ് എൻട്രി, പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഒരു മോഡലാണ്. റിയർ ക്യാമറ, അലോയ്സ്, പ്രൊജക്ടഡ് ലാമ്പ്, DRLS വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതായത് ഫുൾ ലോഡ് വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോൾ 935 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. വിത്ത് 1 year വാറണ്ടി. 1 വർഷം വാറണ്ടി വരുന്നുണ്ട്. 9,35,000 രൂപയുടെ ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റൂല? മാക്സിമം ഫണ്ടിങ് ചെയ്യാം. 1 വർഷം വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളുണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ല. വാറണ്ടി ഉള്ള വാഹനമാണ്. ഇത് 2018 മോഡൽ ബ്രസ LDI ഡീസലാണല്ലേ? ബേസ് വേരിയന്റ്. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഇത് വരുമ്പോൾ സെക്കൻഡ് യൂസർ ആണ്. കിലോമീറ്റർ 1.13 ആണ് കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. ഡീസൽ വാഹനമാണ്. അത്യാവശ്യം ഓട്ടം എന്തായാലും ഓടി ഉണ്ടാവൂലേ? അതെ. ഫുൾ കമ്പനി സർവീസ് ആണ്. LDIയിൽ അത്യാവശ്യം എന്തൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെ. അതായത് ഫ്രണ്ട് 2 പവർ വിൻഡോയും 2 എയർ ബാഗ് ABS വരുന്നുണ്ട്. പിന്നെ സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് തന്നെ എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളെ കണ്ടീഷൻ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഇല്ല, മേജർ ആയിട്ട് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോൾ 6.40 ആണ് ഈ വെഹിക്കിളിന്റെ പ്രൈസ് വരുന്നത്. 6,40,000 രൂപക്ക് ഡീസൽ പ്രസ് അല്ലേ? ഇത് 1 year വാറണ്ടി. 1 വർഷം വാറണ്ടി ഉണ്ട്. അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ ചെക്ക് പോയിന്റ് കാര്യങ്ങൾ പാസ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. 1 year വാറണ്ടി ഉണ്ട്. ഇത് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ഫണ്ടിങ് ചെയ്യാം. ഇത് 2022 മോഡൽ Ertiga VXI ഹൈബ്രിഡ് വെഹിക്കിൾ ആണ്. സ്മാർട്ട് ഹൈബ്രിഡ് ആണോ? അതെ. ഓണർഷിപ്പ് എത്ര? ഇത് വരുമ്പോൾ സിംഗിൾ യൂസ് ആണ്. 51,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ വണ്ടി. പെട്രോൾ മാനുവൽ. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ സ്മാർട്ട് ഹൈബ്രിഡ് കിട്ടുമല്ലേ? ഈ VXI എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇത് വരുമ്പോൾ സെൻട്രലൈസ് AC, പിന്നെ 2 എയർ ബാഗ് ABS, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ സ്പീക്കേഴ്സ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടല്ലേ? പ്രൊജക്ടർ ആണോ? ആണല്ലേ? അതെ. ഓക്കെ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോൾ 940 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 9,40,000 രൂപയാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ഇതിൽ എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് വെഹിക്കിൾ പ്രൈസിന്റെ ഒരു 90% ലോൺ ചെയ്യാം. മാക്സിമം ഒരു 5 കൊല്ലത്തേക്ക് ചെയ്യാൻ പറ്റും. അതിന് വാറണ്ടി ഉണ്ടോ? ഇതിന് നമ്മൾ 1 year വാറണ്ടിയും 3 free സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇത് വരുമ്പോൾ 2021 മോഡലാണ്. നിസാൻ മാഗ്നറ്റ് X E വേരിയന്റ് ആണ്. ഓണർഷിപ്പോ? ഇത് സിംഗിൾ യൂസ് ആണ് വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 35,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. ഇത് അത്യാവശ്യം കുറച്ച് ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂടിയ. അതെ. അത്യാവശ്യം വീൽ ബേസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അങ്ങനത്തെ വാഹനങ്ങൾ അന്വേഷിക്കുന്ന ആൾക്ക് എന്തായാലും മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന വാഹനമല്ലേ? ഇനി അറിയേണ്ടത് ഈ വാഹനത്തിന്റെ പ്രൈസ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നത് 495 ആണ് ഇതിന്റെ പ്രൈസ് വന്നത്. 4,90,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ലോണും കാര്യങ്ങളൊക്കെ വീട്ടിൽ പിന്നെ മാക്സിമം ഫണ്ടിങ് ചെയ്യാം. 5 കൊല്ലത്തേക്ക് കിട്ടുകയും ചെയ്യും. 5 കൊല്ലത്തേക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പൊ താല്പര്യം കോൺടാക്ട് ചെയ്യാൻ. ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഫോക്സ് വാഗന്റെ അമിയോ അല്ലേ? ഈ അമിയോ ഏതോ മോഡൽ വരുന്നത്? ഇത് 2017 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ് യൂസർ ആണ്. 86,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്ന വണ്ടി. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടിയാ. പെട്രോൾ ഏതാ വേരിയന്റ്? ഏതാ? ഇത് വരുമ്പോൾ കംഫർട്ട് ലൈൻ ആണ്. കംഫർട്ട് ലൈൻ വേരിയന്റ്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, മേജർ ആയിട്ട് ഒന്നുമില്ല. ഫുള്ള് കമ്പനി റെക്കോർഡ് നോക്കിയിട്ട് വണ്ടി പർച്ചേസ് ചെയ്തേക്കണം. കണ്ടീഷൻ വണ്ടിയാണല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്? ഇത് വരുമ്പോൾ 375 വിത്ത് 1 year വാറണ്ടി. സെഡാൻ സെഗ്മെന്റ് വാഹനങ്ങൾ അന്വേഷിക്കുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് ഹോണ്ടയുടെ അമേസിലെ. ഈ അമേസ് ഏത് മോഡൽ? ഇത് 2019 മോഡലാണ്. ഹോണ്ട അമേസ് SMT വേരിയന്റ് ആണ്. അതായത് ഇതിന്റെ ഒരു മിഡിൽ വേരിയന്റ്. മാനുവൽ ട്രാൻസ്മിഷൻ. ഓണർഷിപ്പ് എത്ര? ഇത് വരുമ്പോൾ സെക്കൻഡ് യൂസർ ആണ്. കിലോമീറ്റർ 48,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഡീസലാ? പെട്രോൾ ആണല്ലേ? അവൈലബിൾ അല്ലേ? ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടി? ഇത് 48,000 കിലോമീറ്റർ. 48,000 കിലോമീറ്റർ കമ്പനി സർവീസും കാണാനൊക്കെ ഉണ്ട്. ഇതിലെന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇത് വരുമ്പോൾ 2 എയർ ബാഗ് ABS, റിവേഴ്സ് സെൻസർ, പിന്നെ 4 പവർ വിൻഡോ, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇൻബിൽഡ് വരുന്നുണ്ട്. സെൻട്രൽ ലോക്കും വരുന്നുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്.
അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോ 5,85,000 ആണ് പ്രൈസിംഗ് വരുന്നത്. 5,85,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം ലോൺ ചെയ്യാം. 1 year വാറണ്ടി, 1 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് അതർ ബ്രാൻഡ് വാഹനമാണ്, അതായത് ട്രൂ വാല്യൂ കാറ്റഗറി പെടുന്ന വാഹനമല്ല, എന്നിട്ട് പോലും വാഹനത്തിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അത്രയും ക്വാളിറ്റി വാഹനമല്ലേ? അപ്പൊ ഇത് നമുക്ക് മാക്സിമം ലോണും ചെയ്യാം. മാക്സിമം ഫണ്ടിങ് ചെയ്യാം. മാക്സിമം ഒരു 5 years ചെയ്യാനും പറ്റും. ഈ ബ്രസ ഏതാ മോഡലായിരുന്നു? ഇത് 2020 മോഡൽ ബ്രസ VXi വേരിയന്റ് ആണ്. പെട്രോൾ അല്ലേ? പെട്രോൾ. ഓണർഷിപ്പ് എത്രയാണ്? ഇത് സിംഗിൾ യൂസ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 46,000 കിലോമീറ്റർ. 46,000. അവൈലബിൾ ആണ്. കമ്പനി സർവീസ് അവൈലബിൾ ആണ്. ഇതിൽ VXi പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതില് ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. കീലെസ് എൻട്രി ആണ്, പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട്, പിന്നെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ പ്രൊജക്ടർ ലാമ്പ്, DRLS എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം ഫുൾ ഓപ്ഷനിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് നമ്മുടെ വാറണ്ടി കൂടി തരാൻ പറ്റിയ ഒരു വെഹിക്കിൾ ആണ്. അത് 6 മാസത്തെ മാരുതി വാറണ്ടി ഉണ്ടാവും, 3 ഫ്രീ സർവീസ്. ഓൾ ഇന്ത്യ മാരുതി സർവീസ്. ഓക്കെ, ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോ 790 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 7,90,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് അല്ലേ? ലോണും കാര്യങ്ങളൊക്കെ മാക്സിമം അറേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് മാക്സിമം ഒരു 90% വരെ ഫണ്ടിങ് ചെയ്യാം. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 മോഡൽ എലൻഡ്ര SX വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? ഇത് സെക്കൻഡ് യൂസർ ആണ്. കിലോമീറ്റർ 43,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 43,000 കിലോമീറ്റർ. ടെസ്റ്റിംഗ് ഉണ്ടോ? ഫുൾ കമ്പനി സർവീസ് ആണ്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, ഇത് SX ഓപ്ഷനിൽ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഈ ഫുൾ ഓപ്ഷനിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഫീച്ചേഴ്സ് തന്നെ? നമുക്ക് 6 എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, അലോ വീൽസ്, പ്രൊജക്ടഡ് ലാംപ്സ് വരുന്നുണ്ട്, പിന്നെ സൺറൂഫ് വരുന്നുണ്ട്, സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്ന ഫുൾ ലോഡ് വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോ 895 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 8,95,000 രൂപ അല്ലേ? അടുത്തായിട്ട് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വാഗനർ പരിചയപ്പെടാം അല്ലേ? ഇപ്പൊ എല്ലാവരും ഓട്ടോമാറ്റിക് വാഗനർ തിരയുന്നുണ്ട്. അപ്പൊ അവർക്ക് പറ്റിയ ക്വാളിറ്റി പീസ്. ഈ വാഗനർ ഏതാ മോഡലായിരുന്നു? ഇത് 2016 മോഡൽ വാഗനർ VXi ഓട്ടോമാറ്റിക് വണ്ടിയാണ്. VXi ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ്? ഇത് സെക്കൻഡ് യൂസർ. കിലോമീറ്റർ 36,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വെറും 36,000 കിലോമീറ്ററോ? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം നമ്മുടെ അവൈലബിൾ ആണ്. എല്ലാം ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല, മേജർ ആയിട്ട് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറയണത്. പേപ്പേഴ്സ്, ഇൻഷുറൻസ് എല്ലാം ക്ലിയർ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോ 435 ആണ് ഇതിന്റെ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ വീഴുന്നോ? നമുക്ക് മാക്സിമം ഫണ്ടിങ് ചെയ്യാൻ പറ്റിയ വെഹിക്കിളും കൂടിയാണ്. ഇത് ഏതാ മോഡൽ തന്നെ? ഇത് 2021 മോഡൽ i20 സ്പോർട്സ് 1.2. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 33 ഓടിയിട്ടുള്ളൂ. സിംഗിൾ യൂസ് ആണ്. പെട്രോൾ മാനുവൽ. അതെ, പെട്രോൾ മാനുവൽ. സ്ട്രിംഗ് ആളൊക്കെ അവൈലബിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് മേജർ ആയിട്ട് ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് ഉള്ള വെഹിക്കിളും കൂടിയാണ്. ഓക്കെ, ഇത് ഏതാ വേരിയന്റ് എന്ന് പറഞ്ഞാൽ? ഇത് സ്പോർട്സ് വേരിയന്റ്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇത് വരുമ്പോൾ ബേസിക് ആയിട്ടുള്ള നമുക്ക് പവർ വിൻഡോസ്, എയർ ബാഗ്സ്, ABS വരുന്നുണ്ട്, പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇൻബിൽഡ് വരുന്നുണ്ട്, പിന്നെ അലോയ്സ് വരുന്നുണ്ട്, കണ്ടീഷൻ ടയേഴ്സ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഷോറൂം കണ്ടീഷൻ എന്ന് നമുക്ക് പറയാല്ലേ? ഏറ്റവും പുതിയ മോഡലിൽ ഏറ്റവും പുതിയ ഫേസിൽ വരുന്ന വാഹനം. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോ 670 ആണ് പ്രൈസ് വരുന്നത് വിത്ത് 1 year വാറണ്ടി. 1 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇനി എന്താ വേണ്ടത്? നമുക്ക് വിശ്വാസമായിട്ട് എടുക്കാം. കാരണം വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലാണ് 1 year വാറണ്ടി ഇവർ കൊടുക്കുക. അപ്പൊ അത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല. ഇതൊക്കെ നമുക്കിപ്പോ എത്ര നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? ഇത് വെഹിക്കിൾ പ്രൈസിന്റെ ഒരു 90% മാക്സിമം ഫണ്ടിങ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ഒരു 5 കൊല്ലം വരെ ലോൺ കിട്ടും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ കാക്കനാട്.